ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹിയുടെ പ്രസവം അടുക്കാറാവുന്ന സമയത്ത് കണ്ണൻ മഹിയെ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. മഹിയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ണൻ അങ്ങനെ ചെയ്യുന്നത്. മേഘനും പ്രതാപനും കരുണയും ദുർഗയും ഉണ്ണിയൊക്കെ ആണെങ്കിൽ കണ്ണൻ മഹാലക്ഷ്മിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ് കേട്ടോ കരുതുന്നത്. അവരാണെങ്കിൽ മഹിക്ക് കണ്ണൻ എഴുതി കൊടുത്തിരിക്കുന്ന മുക്കാൽ ഭാഗം സ്വത്തുക്കളും കണ്ണൻ തിരികെ വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സ്വാതിയാണെങ്കിലും കണ്ണൻ്റെ മനസ്സിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നു. മോഹിനി മഹിക്ക് തുണയായിട്ട് തോമസ് ഡോക്ടറെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട്. മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ്, അത് അനന്ത് തന്നെ ആയിരിക്കും എന്നൊക്കെ തന്നെയാണ് കേട്ടോ ശത്രുക്കൾ ഒന്നടങ്കം ചിന്തിക്കുന്നത്. ഏതായാലും മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ ആ സത്യങ്ങളെല്ലാം മറന്നീക്കി പുറത്തു വരും എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ മേഘനോടായിട്ട് പറയുന്നുണ്ട്, അവളുടെ പ്രസവ ഡേറ്റിംഗ് എത്തിക്കഴിഞ്ഞു. ഏതായാലും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണനാണെങ്കിൽ സ്വാതിയോടിപ്പോൾ അകൽച്ചയൊന്നും കാണിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണം, എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ പറഞ്ഞതുപോലെ കമലേശ്വരം ജ്വല്ലറി എനിക്ക് വേണം, ഉണ്ണി ഫിനാൻസിയേഴ്സും കൺസ്ട്രക്ഷൻ കമ്പനിയും ഒക്കെ നടത്തട്ടെ എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഒരു ആർത്തി. ഇനി സ്വാതിയെ എങ്ങാനും കണ്ണൻ കെട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം മാറുമോ? ഉണ്ണിയെയും കരുണമോളെയും ഒക്കെ ഇവൻ കമലേശ്വരത്ത് നിന്ന് അടിച്ചിറക്കുമോ? ഒറ്റയ്ക്കെല്ലാം ഇവൻ വിഴുങ്ങുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് കേട്ടോ പ്രതാപൻ. കാരണം മേഘൻ ഒരു രാക്ഷസനാണ്. സ്വത്തിനോട് അത്രത്തോളം ആർത്തിയുള്ള ഒരാളാണ് മേഘൻ എന്നുള്ള കാര്യമൊക്കെ പ്രതാപന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സ്വത്തിന് വേണ്ടിയിട്ട് മേഘൻ എന്തും ചെയ്യുമോ എന്ന് പ്രതാപൻ വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ പ്രതാപനാണെങ്കിൽ കരുണയോടും ഉണ്ണിയോടും തൻ്റെ മനസ്സിലെ ആശങ്കകളെക്കുറിച്ച് പറയുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, മേഘൻ്റെ പെങ്ങളായ സ്വാതിയെ കൊണ്ട് കണ്ണനെ വിവാഹം കഴിപ്പിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും 100 വട്ടം സമ്മതം തന്നെയാണ്. പക്ഷേ കണ്ണനെ അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറുമോ എന്ന്, മേഘൻ്റെ സ്വഭാവം മാറുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ മേഘേട്ടൻ അത്ര പുണ്യാളനൊന്നുമല്ല. എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങാനെങ്ങാനും മേഘേട്ടൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വഴി നോക്കാം എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഇപ്പോൾ മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നതിനേക്കാൾ തലവേദന ആവോ ഉണ്ണിക്കുട്ട ഇത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അച്ഛൻ വിഷമിക്കാതിരിക്കുക, കണ്ണേട്ടൻ്റെ സ്വത്തിൽ ഉണ്ണിയേട്ടനും തുല്യ അവകാശമുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് വിഴുങ്ങാനൊന്നും മേഘേട്ടന് കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് പ്രതാപം പറയുന്നുണ്ട്, അത് മാത്രം പോരാ മോളെ, മേഘനെ കൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെപ്പിക്കണം. നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ എല്ലാം നടന്നു കഴിഞ്ഞാൽ പാതി സ്വത്ത് നമുക്ക് വേണമെന്ന് അവനെ കൊണ്ട് എഴുതി മേടിപ്പിക്കാം എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ അതൊരു നല്ല ഐഡിയയാണ്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവനെ വാക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. കണ്ണനും മഹാലക്ഷ്മിക്കും അതുപോലെ തന്നെ അനന്തുവിനും ലേഖയ്ക്കും ഒക്കെ ആണെങ്കിൽ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഈ പരക്കം പാച്ചിൽ കാണുമ്പോൾ ശരിയാണ് കേട്ടോ വരുന്നത്. ഞാനും സ്വാതിയുമായിട്ടുള്ള വിവാഹം മേഘൻ ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ നാടകം ക്ലൈമാക്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസാനമാണ് ഇതിനുണ്ടാകാൻ പോകുന്നത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, നീ എന്താ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് അനന്ത് ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ടടാ, ഇപ്പോൾ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നത് മഹിയുടെ ഞങ്ങളുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ആദ്യം നടക്കട്ടെ, എന്നിട്ട് വേണം എല്ലാവർക്കും ഉള്ള തിരിച്ചടി കൊടുക്കാൻ എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അനന്തുവിനോട്. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, സ്വാതിയെ എങ്ങനെ പറ്റിക്കേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അവളെ എന്നും ഞാനൊരു പെങ്ങളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്കിലും സ്വത്തുമോഹിയായ ഒരച്ഛനും ആങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോൾ ചെയ്തതിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല. സ്വാതിയും അത്ര മോശക്കാരിയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് മഹി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അമ്മ പറഞ്ഞതുപോലെ സുഖപ്രസവം തന്നെയാണ് കേട്ടോ മഹിയുടെ. കണ്ണൻ്റെ നാളായ കാർത്തിക നാളിൽ തന്നെയാണ് കണ്ണൻ്റെ മഹാലക്ഷ്മിക്കും കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ കണ്ടിട്ടും അനന്തുവിനും ലേഖയ്ക്കുമാണെങ്കിലും മതിയാവുന്നില്ല കേട്ടോ. ഇതേ സമയം കമലേശ്വരത്താണെങ്കിൽ കണ്ണൻ്റെയും സ്വാതിയുടെയും വിവാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും വേഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഹൂർത്ത സമയമായിട്ടും കണ്ണനെ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ആകെ പരിഭ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറിൽ നിന്നും കണ്ണൻ വരുന്നത് കാണുമ്പോൾ, വീൽ ചെയറിൽ തന്നെയാണ് കണ്ണൻ വരുന്നത്. അപ്പോൾ കണ്ണനോടായിട്ട് വേഗം പറയുന്നുണ്ട്, എടാ കണ്ണാ, നീ ഇത് എവിടെയായിരുന്നു, മുഹൂർത്ത സമയമായി, നിന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ ഇതേ സമയം കരുണയും ഉണ്ണിയും ദുർഗയും പ്രതാപനും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്.
തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, നീ വേഗം വാ കണ്ണാ, നിനക്ക് വേണ്ടി സ്വാതി അവിടെ കാത്തിരിക്കുകയാണ്, മുഹൂർത്ത സമയം ആകാറായി എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ വിവാഹത്തിന് എനിക്കൊരാളോട് അനുവാദം ചോദിക്കാനുണ്ട്. ആ വ്യക്തിയുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വാതിയുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന് കണ്ണൻ പറയുമ്പോൾ എല്ലാവരും കൂടി ആശ്ചര്യത്തോടെ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ മഹാലക്ഷ്മി കുഞ്ഞുമായിട്ട് അവിടേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹി കുഞ്ഞിനെയുമായിട്ട് വരുന്നത് കണ്ട്, എടാ കണ്ണാ, നിന്നെ വഞ്ചിച്ചു പോയ ഇവൾക്ക് ഇവിടെ എന്താ കാര്യം, എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് ഇവളെ ഒഴിവാക്കാൻ നോക്ക് എന്നെല്ലാം പ്രതാപനും മേഘനും കൂടി പറയുമ്പോൾ, നിങ്ങളൊക്കെ എന്താ കരുതിയത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഇയാളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്നോ, എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഐശ്വര്യം ആണ് ഇയാൾ എന്ന് കണ്ണൻ പറയുമ്പോൾ വീണ്ടും എല്ലാവരും പരസ്പരം ഞെട്ടലോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് പ്രതാപനും മേഘനും കൂടി ചോദിക്കുന്നുണ്ട്, എടാ കണ്ണ, നീ എന്തൊക്കെയാ പറയുന്നത്, വീൽ ചെയറിലിരിക്കുന്ന നിനക്ക് എങ്ങനെ കുഞ്ഞ് ജനിക്കാനാ, നീ ഇവളുടെ വാക്ക് കേട്ട് മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കളുടെ ശക്തി കൊണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട്, തോമസ് വൈദ്യൻ എന്ന സിദ്ധിയായിട്ടുള്ള വൈദ്യൻ്റെ ചികിത്സ കൊണ്ട്, അതിലുപരി മഹാലക്ഷ്മി എന്ന എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ കാലിൻ്റെ തളർച്ചയൊക്കെ പൂർണ്ണമായിട്ടും മാറി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് എല്ലാവരും വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, എടാ മേഘ, നീ എന്നെ മൂന്നാറിൽ വെച്ച് കണ്ടു എന്നൊരു സംശയം നിനക്കുണ്ടായിരുന്നില്ലേ, നീ കണ്ടത് എന്നെ തന്നെയായിരുന്നു. ഞാനും മഹിയും അനന്തവും ലേഖയായിട്ട് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിനാണ് അവിടേക്ക് പോയത്. ശബരിമല ദർശനം കഴിഞ്ഞു വന്നതോടുകൂടി എൻ്റെ കാലിൻ്റെ തളർച്ചയൊക്കെ പൂർണ്ണമായിട്ട് മാറിയതായിരുന്നു. ഞങ്ങളെ ഇത്രയൊക്കെ ദ്രോഹിച്ച നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇതെന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്, ഇതൊക്കെ ഞങ്ങൾ അന്നേ നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെയൊക്കെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുമായിരുന്നോ എന്നും അവരോടായിട്ട് തുറന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് എല്ലാവരും ശത്രുക്കൾ ഒന്നടങ്കം ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ കരുതി തന്നെയാണ് ആത്മാഭിമാനം പണയം വെച്ചും ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്നും കണ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇയാളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞില്ലേ, ഇതിപ്പോൾ എനിക്ക് ഇയാളോടും ഞങ്ങളുടെ കുഞ്ഞിനോടൊപ്പം കിട്ടിയിരിക്കുന്ന രണ്ടാമതൊരു ജന്മമാണ്. അന്ന് വീൽ ചെയറിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇയാളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇന്ന് ഞാൻ നിവർന്നു നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും സാക്ഷിയാക്കി വീണ്ടും ഇയാളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ആ പൂജിച്ച് താലിയെടുത്ത് മഹിയുടെ കഴുത്തിൽ കെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് ദുർഗയും ഉണ്ണിയും കരുണയും മേഘനും പ്രതാപനും ഒക്കെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്